അങ്ങനെ നമ്മളെ കിച്ചണിൽ വന്നു കഴിഞ്ഞു. സാബീത്തയുണ്ട്. മൂത്ത മരുമോൾ എണീച്ചിക്കില്ല, മോൻ എണീച്ചിക്കില്ല. മോന് പിന്നെ ഉച്ചക്കത്തെ പണിയായിരിക്കും അല്ലേ വാത്തു? രാവിലെ തന്നെ അതിനങ്ങനെ കിട്ടൂല. അങ്ങനെ നല്ല ചട്ടി ഇതെന്തിനാ താളിക്കുവാനാ? താളിക്കൊന്നും ചെയ്യണം? താളിക്കൊന്നും ചെയ്യണ്ട, ആക്കിയിടണേ. അങ്ങനെ നല്ല ഇട്ടിളി ഇതാക്കി നല്ല അടിപൊളി ഇട്ടിളി ആക്കി വെച്ചിട്ടുണ്ടതാ. തങ്കക്കുടമേ മുത്തും കൂടമേ, തങ്കക്കുടമേ മുത്തുക്കൂടമേ. അറിയമാണ് അള വെക്കട്ടെ. മൂട റെഡി ചെയ്യാം. മൂടണ്ട, മൂടിയാൽ പിന്നെ നല്ല ഒരു ഉള്ളയും സോഫ്റ്റായിപ്പോ. അങ്ങനെ ഇതാ നല്ല ചമ്മന്തിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടാ എന്താ നല്ല നല്ല ജീരകത്തിൻ്റെയും നല്ല തട്ടിപ്പോ മുള വെട്ടി അതാ. അങ്ങനെ ഇതാ നല്ല ജീരകത്തിൻ്റെയും ഇവിടെ ലൈറ്റ് ഉണ്ടാ കടുവച്ച് പൊട്ടുക. എന്നിട്ടൊന്നല്ല ഇടണ്ടിയ ഇത് ഇതാ. അന്നേതാ ചുവന്നുള്ളി വെളുത്തുള്ളി ഇല്ല, ചുവന്നുള്ളിയും കഷ്ണം വെല്ലുള്ളിയും പൊട്ടി തീരട്ടോളെ. പൊട്ടി തീർന്നാലോ ഇടുള്ളൂ. അതുപോലെ പൊട്ടി കഴിഞ്ഞ് നന്നാ കരിഞ്ഞു പോകുന്ന നോനിയിടണം. അതിനിട്ട് കിട്ടുന്നാല് ഇനി പൊട്ടുന്നേതാൻ തിരികയില്ല. അങ്ങനെ ഇടുക. അങ്ങനെ അതൊന്ന് വാടുക. എന്നിട്ട് അത് എടുക്കുക. എന്നിട്ട് തേങ്ങ എടുക്കുക. അങ്ങനെയാണ് നല്ല ചിട്ടിളിക്ക് നല്ല നമ്മളെ ട്രെയിനില്ലേ വണ്ടിന്ന് തേച്ചാൽ നല്ല വളരെ ഇഷ്ടമാണ്. അത് നല്ല ചോന കളറിൽ ഇട്ടിളിക്ക് ഉണ്ടാകുന്ന ചട്നി ഇല്ല, അതാ വെക്കുന്നത്. ഒരു ശകലം പുളി, ഒരു ചെറിയ സ്പൂണിൽ ജീരകം, ചെറിയ ജീരകം, കഷ്ണം ഇഞ്ചി ഇട്ടിട്ടില്ല, കഷ്ണം ഇഞ്ചി, ഒരു ചോള വെളുത്തുള്ളി, അങ്ങനെയൊക്കെ ഇട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ച് അധികം അരുകയും ചെയ്യാറേ. എന്നിട്ട് ഉള്ളിയെല്ലാം ഇങ്ങനെ വാട്ടി കഴിഞ്ഞിട്ട് ഉള്ളി ഇടണമെന്നില്ല. ഉള്ളി ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഇട്ടതാ. ഉള്ളിയൊന്നും അതിലുണ്ടാവും. വറ്റൽ മുളക് ഇട്ടിട്ട് പറ്റിച്ച് ആക്കിയാൽ മതി. എന്നാ ഇനി ആൾ ഉച്ചക്കത്തേൻ്റെ അകത്ത് വരും കേട്ടാ. ഇനി മോൻ വന്നിട്ട് ഉച്ചക്കത്തേൻ്റെ അകത്തെല്ലാം വരാം. ഓക്കെ. പിന്നെ ഇന്നൊരു അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഡെയിലി ഞാൻ എപ്പോഴും ചവിട്ടി നീക്കുന്ന പാത്തു, ഇന്ന് പാത്തുനെ ചവിട്ടാൻ കിട്ടിയില്ല ഗൈസ്. അവൾ മുങ്ങി. നേരെ തിരിച്ച് അവൾ നന്നായി. എന്നെ ചവിട്ടി കിട്ടി ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞ കംപ്ലൈൻറ്റും ഒക്കെ അവൾ നന്നായി. അവളിപ്പോൾ രാവിലെ എണീച്ചു, ചായയൊക്കെ ഉണ്ടാക്കി എന്നെ വന്ന് വിളിച്ചു, ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. പക്ഷേ നേരം പിടിച്ചപ്പോൾ തന്നെ ഉമ്മനെ കാണില്ല. ഇന്നും ഉമ്മ ഇടുന്നില്ല. എവിടെ പോയാവോ എന്തോ. പിന്നെ അല്ല, അവളിപ്പോൾ രാവിലെ ചായ എടുക്കുന്നത് നിർബന്ധിച്ചിട്ടൊന്നല്ല. ഉച്ചക്കത്തെ കുക്കിംഗ് ഇല്ലേ, കട്ടിങ്ങി അതായത് എന്നെ പണിയെടുപ്പിക്കാൻ വേർന്ന് കണ്ടല്ല കാളൊക്കെ വന്നി. പിന്നെ അപ്പം മേടിച്ചു കൊണ്ടുവന്ന മീനാണ്. കുറേ ഉണ്ടല്ലോ. ഇന്ന് ഞങ്ങൾ ഇതിനെ പൊരിച്ച് എരിച്ച് അപ്പോൾ ഒരു കൂട്ടം മീനുകൾ കെട്ടിപ്പിടിച്ച് വെള്ളത്തിൽ കിടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങൾ ഒരുമിച്ചിട്ടേ നിൽക്കത്തുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. ഇതിനെ നമ്മൾ വിടർത്തി എടുക്കണം. അതിശക്തമായ മഴയാണ് ഗൈസ്. ഇന്ന് സ്കൂളൊന്നുമില്ല, കളക്ടറെല്ലാം ലീവ് കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സിലൊന്നും ആരുമില്ല. സ്കൂൾ പറമ്പത്തൊരു ബൈക്ക് കണ്ടോ, സ്കൂട്ടി രസം അറിയോ. എനിക്ക് ഈ പൊസിഷനിൽ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ മഴയും കോളും ഒരു സുലൈമാനൊക്കെ എടുത്തിട്ട് ഞാൻ ഇവിടെ അധികം വന്നിരിക്കലാണ്. പിന്നെ ഏറ്റവും രസം വെച്ചാൽ ഈ ഓടിൻ്റെ പുറത്ത് കുറേ പ്രാവുകളൊക്കെ വന്നിരിക്കുക. ആ പ്രാവ് മരത്തിൻ്റെ ഇടയ്ക്ക് ആ പ്രാവുകളൊക്കെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി താഴത്തേക്ക് ഇറങ്ങുന്ന സീന്, അതൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ, 7ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളാണ്. രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഈ മരത്തിൻ്റെ മുകളുണ്ടോ തൊട്ടപ്പുറത്ത് ഈ മരം, ഈ കാണുന്ന മരം, ഇതിൻ്റെ മുകളിൽ നിറച്ചും മാങ്ങയുണ്ടാവുന്നത്. അടിപൊളി നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. ഈ മരങ്ങളൊന്നും ആദ്യം ഇല്ലായിരുന്നു. ആ കാണുന്ന മരം ഉണ്ടല്ലോ, ഈ കാണുന്ന മരം, ആ മരം ഇവിടെ ഇല്ലായിരുന്നു. അവർ കുട്ടികൾ നട്ട് വളർത്തി വലുതാക്കിയിട്ടതാണ്. ഇതാണ് വീടിൻ്റെ മുൻവശം. കറുപ്പ കിട്ടിക്ക് കറുപ്പൻ്റെ അടിയിലാണ് ഞങ്ങളെ വണ്ടികളൊക്കെ ഇട്ടെടുക്കുന്നത്. മഴക്കാലം അതൊരു
രസമാണ്, വൈബാണ്. അത് കിട്ടുമ്പോഴേ കിട്ടത്തില്ല. ഈ മഴക്കാലത്ത് സഞ്ചരിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ നമ്മൾ എന്തായാലും റിസ്ക്കാണ്, അപകടങ്ങൾ പറ്റും, കൂടുതലായിട്ട് പറ്റും. പക്ഷേ അതൊക്കെ കാണേണ്ട സമയത്ത് കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മളതൊക്കെ കാണാം. അതുകൊണ്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യണം. സേഫ് നോക്കണം, സേഫ്റ്റി നോക്കി കുറച്ച് സേഫായിട്ട് സ്ഥലങ്ങൾ കാണണം. അല്ലാതെ വെറും ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ അടങ്ങി കുത്തിനിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. പുറത്തേക്ക് ഇങ്ങനെ പേടിച്ച് കുത്തിനിട്ട് കാര്യമില്ല. അങ്ങനെ എല്ലാവരും പോയിട്ട് അപകടത്തിൽ പെടണമെന്നല്ല, വെള്ളത്തിൽ ചാടി കുളിക്കൽ അതൊക്കെയാണ് വലിയ സീനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അല്ലാതെ ചെറിയ ചെറിയ യാത്രകൾ, പിന്നെ ബൈക്കും വാഹനങ്ങളുമായി ഓടിക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് പോകണം. യാത്ര ചെയ്യാം, പോകുന്നതിനും പിടിക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അപകടം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവർ സ്പീഡും അതിൻ്റെ മുകളിൽ കുട്ടക്കേട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മളെത്ര ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവന്മാർ നമ്മൾ നെഞ്ചത്തോട്ടൊക്കെ നിൽക്കുന്നത് നമുക്കൊന്നും പറയാനില്ല അതിലൊന്നും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പേടിച്ച് വിട്ടുന്ന കാര്യമില്ല. കുറച്ച് കാണേണ്ട കാര്യങ്ങളൊക്കെ കാണേണ്ട സമയത്ത് കണ്ടില്ലെങ്കിൽ പിന്നെ കാണാൻ പറ്റില്ല, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ നല്ലൊരു വൈബ്, മഴയൊക്കെ പെയ്തപ്പോൾ ഈ മേലെ കയറി വന്ന് ഇരുന്നതാണ്. ഇനിയിപ്പം ബാക്കിയുള്ള പരിപാടികളൊക്കെ കിച്ചണിലേക്ക് പോട്ടെ. എന്തെങ്കിലും കാത്തു കുറേ ആൾക്കാരുടെ അവിടെ കാത്തിരിക്കുന്നു. അപ്പോൾ ശരി, ബാക്കി കിച്ചണിലെ വിശേഷങ്ങളുമായിട്ട് ഞാൻ അങ്ങനെ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് മീനുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. ഇത് ഒരുപാടുണ്ടല്ലോ, വെട്ടി കഴിയുമ്പോൾ നാളെ നേരം വെക്കുമല്ലോ കുറച്ച്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് മൊത്തം വെട്ടി വൃത്തിയാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം. മീനാ കട്ട് ചെയ്യുന്നില്ല ഞാനോ? കാത്തു ഇപ്പം പിന്നെ കേട്ടോ ഗൈസ്, എന്നോട് കട്ട് ചെയ്യാൻ പട്ടി കട്ട് ചെയ്യും. എന്ത് വേണ്ട, ഒരു തിരക്കൂല, നല്ല ഉണ്ടാക്കിയ ഒരു തിരക്കൂല. അടുക്കളയിൽ ഓരോ ഉള്ളിലേക്കാണ് പുറത്ത് ഗർഭിണിയാണ്. ഞാനിപ്പോൾ മീൻ ഇട്ട് കൊടുത്ത് അത് തിന്നിട്ട് അടുത്ത ഇനിയും വേണമെന്ന് പറഞ്ഞ് കുത്തിരിക്കുന്ന കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞാൻ ചെയ്യും. അത് തിന്നാൽ കേട്ടോ. ആ ഇപ്പൊ പ്രസവിക്കാതെ നീ നമ്മുടെ റൂമിൽ വന്നിട്ട് പ്രസവിച്ചു കഴിഞ്ഞാ എവിടെ ഏടാ പള്ളുണ്ട് ഇല്ല. ആ പ്രസവിച്ചു കഴിഞ്ഞാ എവിടെ ഇടഞ്ചു കുഞ്ഞിനെടിയാ എടാ കുഞ്ഞിന് കുട്ടികളെടുത്തു കുട്ടികളെടുത്തു പണിക്കില്ലേ നമ്മുടെ റൂമിൽ വന്നിട്ട് പ്രസവിച്ചു. ആ കടിച്ചു, എന്നെ കടിച്ചു. കടിക്കും നീ കടിക്കോ? നീ കടിക്കോ? ആ എന്നെ കടിച്ചു, പക്ഷെ കൊണ്ടിക്കില്ല, ചീറ്റിപ്പോയി. പോടാടുന്നു. എനിക്ക് മീൻ്റെ കഷ്ണം തന്നത് മീൻ തരൂല, ഇത് കുഞ്ഞിനെ കൊണ്ട് തരൂല. മത്സരമാണ് കഴിച്ചത്. ഇവിടെ അമ്മായിയും പാത്തും. അമ്മായി ഒരു പക്ഷക്കാട്, മറുപക്ഷത്ത് പാത്തും കത്തിക്കൊന്നും വേണ്ട. നമ്മൾ ഈ പിന്നെ കത്തിക്കലിട്ട് ഇങ്ങനെ അവിടെ നീറ്റായി പെർഫെക്റ്റായി പാത്ത് പിടിക്കുന്നു. നോക്കിക്കോളെ, പാത്തിൻ്റെ കട്ടിങ് തല പിടിച്ച് കിടക്കുന്നു, നെക്കിങ് കിടക്കുന്നു, വരും പൊന്തി കളയുന്നു. ഇത് ക്ലീൻ ആകുന്നുണ്ടോ? ഇവിടെ ക്ലീൻ ആണോ ഗൈസ്? അങ്ങനെ നമ്മൾ ആ മീനെല്ലാം നെത്തോലിയെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വറുക്കാൻ വേണ്ടിയിട്ട് മസാല ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കറുമൂസക്കറി, കറുമൂസ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിട്ട് നല്ലൊരു തേങ്ങാക്കറി. അങ്ങനെ നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കറുമൂസ ഇങ്ങനെ ചെത്ത് ക്ലീൻ ചെയ്യുകയാണ്. കട്ട് ചെയ്തോ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ മനസ്സൊക്കെ പണങ്ങിപ്പോയി. ഉപ്പേരിക്ക് ഞാൻ ഇങ്ങനെ തൊലിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. എന്താ പ്രതികരണം എന്നറിയാമല്ലോ. വാ ഉപ്പേരി അരിയാ. വാന്നേ. പറഞ്ഞിട്ടുണ്ട്.
വാ എത്ര ദിവസം ഇങ്ങനെ സാരില്ല വാ എന്തൊന്നും അറിയില്ല ഒറ്റ ഉണ്ടാക്കിയാണ് ഉമ്മ വീഡിയോ എടുക്കും വാ പ്ലീസ് നമുക്ക് ഉപ്പേരി അരിയാം കറുമൂസ അരിഞ്ഞാ വാ അങ്ങനെ ഒടുവിൽ ഉപ്പേരി കഴിയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പാത്തു തേങ്ങ ചേരണ്ടാണ്. പാത്തു തേങ്ങ ചേരുന്നുണ്ട്. അനസ് ഇതാ ഉപയോഗിക്കുന്നത് മുറിച്ചിടുന്നുണ്ട് അല്ലേ? അങ്ങനെ ഒരു പണി എടുക്കാണ്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അതും പറയണം. ഇല്ല ഹലോ ഗൈസ്, ഞാൻ ഉണ്ടാക്കിയത് ഞാൻ കടിച്ചു. ഞാനിതാ ചക്കക്കുരു ഇതാക്കി. ഇതാ രണ്ടാളും ഭയങ്കര ചോറായ പണിയിലാണ്. നന്നായി അരിഞ്ഞു വെച്ച ചക്കക്കുരു ഉണ്ട്. അപ്പൊ അതിലേക്ക് നമ്മള് സവാളയും പച്ചമുളകും ഇടുന്നുണ്ട്. തേങ്ങ സെപ്പറേറ്റ് അരച്ചൊഴിക്കാറാണ് പതിവല്ല. പിന്നെ മറ്റേ ഇതില്ല കുറച്ച് പേര് ഓക്കെ. ഞാൻ നേരം ഇങ്ങനെ ഒരച്ചോണ്ടിരുന്നുണ്ട്. ഇതുവരെ കഴിച്ചില്ല. എനിക്ക് എപ്പോ ഈ പണി ചെയ്തിട്ടുള്ളൂ. കാരണം ഇത് സമയം പിടിക്കേ. ഉപ്പേരിയും മീനും ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ വേറൊരു പണിക്ക് പോകാനാവില്ല. പണിയും കടുത്തത് ഞങ്ങൾക്ക് വേറെ പണി എടുക്കാനോ. ഗൈസ് അങ്ങനെ ലാസ്റ്റ് പീസിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. മണിക്കൂർ ഒന്നായി ഞാൻ ഇങ്ങനെ ചൊല്ലുന്നു. നമുക്ക് ഈ തക്കാളി വേണം, പരിപ്പ് പരിപ്പ് വേണം. ഡെയിലി തക്കാളി അത് തന്നെ ഡെയിലി ഒരേ കറിയാണ്. സംശയത്തിൽ തക്കാളി വരാ അത് അവിടെ കട്ടായി കളയട്ടോ. അസുഖ വന്ന ഫ്രൈഡേയാ ഒന്നുമില്ല. ഞായറാഴ്ച ഫ്രൈഡേ ബിരിയാണി ഞായറാഴ്ച അമ്മേന്റെ പൊങ്ങൾ വരുന്നുണ്ട്. തക്കാളി മുറിക്കുകയാണ് ഗായ്സ്. ചിരിയാണ് അടിപൊളി. തക്കാളി ഇങ്ങനെ അരിയണ്ട തക്കാളി. അങ്ങനെ അടുക്കള പണി ഏകദേശം തയ്യാറായി വരുന്നുണ്ട്. പക്ഷേ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അരയ്ക്കാനായിട്ടുള്ള സൗകര്യമില്ല. എന്നിട്ട് ഞങ്ങൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഇവര് കൂട് ഉപ്പേരി ആക്കുന്നുണ്ട്. പിന്നെ ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുണ്ട്, വേവിച്ചിറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചൊഴിക്കണം. കഴിഞ്ഞ് നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഈ പുളിയും കൂടി ഇതിലേക്ക് ഒഴിക്കുക, മീനും പറക്കിയിടുക, എന്നിട്ട് തിളപ്പിച്ചിട്ട് ലാസ്റ്റ് കുറച്ച് കടുക് തളിച്ചെടുക്കുക, ഉലുവയും. ഓക്കെ, അമ്മയുടെ പണിയിലാണ്. ബായ്. ഞാൻ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. അത് കുഞ്ഞ് നെത്തോലിയാണ്. ഇന്നത്തെ നമ്മുടെ ഫുഡ് ഉച്ചയിലത്തെ നമ്മൾ ഉണ്ടാക്കിയ ഫുഡാണിത്. അടുക്കള പണിയെല്ലാം കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് അപ്പോഴേക്ക് ഉമ്മ വന്ന് പൊത്തിക്കുത്തുന്നേ എന്തോ പറഞ്ഞു മനസ്സിലായ. ഉമ്മ വന്ന് വേണ്ട, ഉമ്മ വന്ന് ഫുഡ് നല്ല ടേസ്റ്റുള്ള ചോറാണ്. പാത്തു അനസും ഉണ്ടാക്കിയതാണ്. സത്യ പറയാം നിങ്ങളോട്. ഉപ്പേരിയെല്ലാം ജീരകമൊക്കെ ഇട്ടിട്ട് നല്ല കർമ്മൂസ് തന്നെയാണ്, നിങ്ങളൊന്നും വിചാരിക്കണ്ട. നല്ല ടേസ്റ്റുണ്ട്. സത്യം പറയാന്ന് വെച്ചാൽ പുറത്തുനിന്ന് തിന്നാൻ തോന്നില്ല നമുക്ക്. ഇവിടെയുള്ള ചോറ് തിന്ന് ഇതെന്റെ മരുമോ മൂത്തോള് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്, ചെറുപയറിന്റെ. അതും പറഞ്ഞറിയിക്കാൻ പറ്റൂല, അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് നമ്മളെ കുഞ്ഞിൻ നത്തല് പൊരിച്ച മീൻ പരട്ടിയത് നല്ല സൂപ്പറാണ്. പിന്നെ ചക്കക്കുരും കർമൂസയും പിന്നെ ഞങ്ങൾ വിട്ടു പോകൂല. കണ്ടാ പിന്നെ കുപ്പായിടേറ്റ് മൂടി വെച്ചതാണ്. നിങ്ങള്